പക്ഷേ 20 കൊല്ലം മുമ്പ്, 30 കൊല്ലം മുമ്പ്, 40 കൊല്ലം മുമ്പ് ഈ വേദവസ്തു എടുത്തിട്ട് അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പം അന്ന് നമ്മുടെ അപ്പച്ചന്മാർക്കൊന്നും ഒത്തിരി ഒന്നും പറഞ്ഞു പിടിപ്പിക്കാൻ പറ്റത്തില്ല. ഈ വചനത്തിലുള്ളത് മാത്രമേ പറയാൻ പറ്റൂ. മറ്റൊരു സാമ്പിൾ കാണിക്കാൻ, ഒരു ഉദാഹരണം പറയാനില്ല. ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ മണിക്കൂറിലും എന്തൊക്കെയാണ് ലോകത്ത് സംഭവിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എളുപ്പമായ കാര്യങ്ങൾ ഒന്ന് ഓർത്തോണം. നമ്മൾ ചുറ്റും നടക്കുന്നത് കണ്ടിട്ട് ബൈബിൾ വ്യാഖ്യാനിക്കരുത്. ബൈബിൾ തുറന്നു വെച്ചിട്ട് ഇതിലുള്ളത് പുറത്തുള്ള സംഭവങ്ങളായിട്ട് ചേർന്ന് വ്യാഖ്യാനിക്കണം. ഇന്ന് ഞാനൊരു അപകടം കാണുന്നു, ചുറ്റും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ, എവിടെയെങ്കിലും ഒരു യുദ്ധമോ എവിടെയെങ്കിലും ഒരു കാര്യം കാണുമ്പോഴോ പെട്ടെന്ന് നമ്മൾ അതെടുത്തുകൊണ്ട് വന്ന് ഈ വാക്യമായിട്ട് അല്ലല്ലല്ല, ഇത് തുറന്നു വായിക്കുമ്പോൾ ഇതിലെഴുതിയിട്ടുണ്ട് ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് മുമ്പുള്ള അടയാളങ്ങൾ. ആ അടയാളങ്ങൾ ബൈബിൾ നോക്കി വ്യാഖ്യാനിക്കണം. അമേരിക്കയെ നോക്കിയോ ഇറാനോ ഇസ്രായേലിനെ നോക്കിയോ അല്ല ഇപ്പോൾ ചെയ്യേണ്ടത്. ഇത് നോക്കണം. ഇതിലുണ്ട് ഇപ്പോഴത്തെ ഈ കീ പ്ലേയേഴ്സ് എന്ന് പറയുന്ന പലരും ഈ കളത്തിൽ നിന്ന് അവർ ഔട്ടാവും. ഇത് ചിലർ പുതുതായിട്ട് വരും, പക്ഷെ അവർ പുതുതായിട്ടല്ല വരുന്നത്. ആയിരക്കണക്കിന് വർഷം മുമ്പേ ബൈബിളിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. ചിലരും കൂടെ ഇതിലേക്കൊക്കെ വരേണ്ടത് ആവശ്യമുണ്ട്. പക്ഷെ അതിനൊക്കെ മുമ്പേ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ കർത്താവ് വരും. നമ്മൾ കാത്തിരിക്കേണ്ടത് അന്ത്യക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയല്ല. നമ്മൾ കാത്തിരിക്കേണ്ടത് ചുമന്ന പശുവിനെ അവിടെ യാഗം കഴിക്കുന്നത് കാത്തിരിക്കുകയല്ല. നമ്മൾ അവിടെ ആലയം പണിയുന്നത് കാത്തിരിക്കുന്നതുമല്ല. നമ്മൾ കാത്തിരിക്കുന്നത് എൻ്റെ കർത്താവ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ വരും. അവൻ എന്നെ ചേർക്കുവാൻ വരുമ്പോൾ, ആ കാഹളം കേൾക്കുമ്പോൾ ഞാൻ ഒരു പക്ഷേ മരിച്ചു മണ്ണിനടിയിൽ പോയാൽ ഞാൻ രൂപാന്തരപ്പെട്ട് എഴുന്നേൽക്കും. അല്ല, ഞാൻ ജീവനോടെ ഇരുന്നാൽ ഞാൻ കണ്ണു വയ്ക്കുന്നവരുടെ ഞാൻ പറന്ന് അവനോടൊപ്പം ആയിരിക്കും. അതായിരിക്കണം നമ്മുടെ പ്രത്യാശ. അതിൽ കുറഞ്ഞ കാര്യങ്ങൾ ഒന്നും നമുക്ക് വേണ്ട. ഇതിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന കാര്യങ്ങളിൽ നിന്ന് ദയവായി 2 കൈയും കൂപ്പിക്കൊണ്ട് പറയുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു മാറിയേക്കുക. ഇന്ന് സഭയിൽ ഏറ്റവും പിശാചൊരു വഞ്ചന എന്താണെന്നറിയാമോ? ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മളെ അങ്ങ് കയറ്റിവിടും. ആവശ്യമില്ലാത്ത ചർച്ചകൾ, ആവശ്യമില്ലാത്ത ഈവൻ പ്രസംഗങ്ങളിൽ പോലെ ആവശ്യമില്ലാത്ത വിഷയങ്ങളായി കയറി വരുന്നേ. അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഇന്നത്തെ പൊളിറ്റിക്കൽ ഇസ്രായേൽ, ഞാൻ പരസ്യമായിട്ട് പറയാം, പൊളിറ്റിക്കൽ ഇസ്രായേൽ ഇന്ന് കാണിക്കുന്ന എല്ലാത്തിനും നമ്മുടെ അനുവാദമില്ല. നമ്മൾ അതിനോട് യോജിക്കുന്നില്ല ചില കാര്യങ്ങളോട്. പക്ഷെ ഒന്നറിയാം, അവസാനം കർത്താവിൻ്റെ വരവുണ്ട്. അതിന് മുമ്പായിട്ട് ദൈവം ചില പദ്ധതികൾ വെച്ചിട്ടുണ്ട്. നാം ജാതികളായി നമ്മളും കൂടെ അകത്തു വരുവാൻ ദൈവത്തിന് കരുണ തോന്നി. ഇനിയും അനേക ജാതികൾ അകത്തേക്ക് വരണം. ഇസ്രായേലിൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും. അത് കർത്താവിൻ്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. അത് കർത്താവ് ചെയ്യട്ടെ. അത് കർത്താവിന് വിടുക. അത് ഒരു ലോക നേതാവുമല്ല അത് ചെയ്യുന്നത്. തെറ്റിദ്ധരിക്കപ്പെടരുത്. പഴയ നിയമത്തിൽ ഒരു വാക്യമുണ്ട്, യെരൂശലേമിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് ഒത്തിരി നിഷ്കളങ്ക വിശ്വാസികൾക്ക് ആ ഒരു വാക്യം മാത്രമേ അറിയാവൂ. പുതിയ നിയമ വിശ്വാസി യെരൂശലേമിന് വേണ്ടി മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ ലോക നേതാക്കന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഇസ്രായേലിലെ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇറാനിലെ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയെ മടക്കി കൊണ്ടുവരണമേ. ദൈവസഭയെ മടക്കി കൊണ്ടുവരണമേ. ദൈവസഭയെ മടക്കി കൊണ്ടുവരണമേ. സഭയിലുള്ള എൻ്റെ നിങ്ങളുടെയും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആഗ്രഹവും താല്പര്യവും പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം കൂടെ വാക്യം. ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സ് 24. പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 24-ാം വാക്യം. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. ഇത് അപ്പോസ്തലൻ പറഞ്ഞതാണെങ്കിൽ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും സ്റ്റേറ്റ്മെൻറ്റ് ഇത് തന്നെ ആയിരിക്കണം. എന്തായിരിക്കണം? ഒന്നാമത്തത്, എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല.
എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന് ഞാനും നിങ്ങളും പറയാത്തിടത്തോളം കാലം നമ്മുടെ പ്രാണനെ നമ്മൾ വിലയേറിയതായി എണ്ണിക്കൊണ്ടിരുന്നാൽ കർത്താവിനെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. നമ്മളിലൂടെ കർത്താവിന് ഒന്നും ചെയ്തെടുക്കുവാനും കഴിയില്ല. നമുക്ക് കഴിയുന്ന ഒറ്റ കാര്യം, നമ്മുടെ പ്രാണനെ മാത്രം നമ്മളിങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ പ്രാണനെ നമ്മൾ സൂക്ഷിക്കുകയല്ല, നമ്മുടെ പ്രാണനെ അവൻ കാക്കുന്നു. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടം കർത്താവ് എന്നെ ഏൽപ്പിച്ച് എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന എൻ്റെ ഓട്ടം. അടുത്തത് ദൈവകൃപയുടെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം. എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവകൃപയുടെ സുവിശേഷം. ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് ദ കിങ്ഡം. ഇന്നത്തെ ഏറ്റവും വലിയ സങ്കടം, നമ്മുടെ സുവിശേഷങ്ങളിൽ ദൈവരാജ്യം എന്നൊരു കൺസെപ്റ്റ് ഇല്ല. പവർ വിഷനിൽ നിങ്ങൾക്കറിയാം, ഫെബ്രുവരി മാസത്തിൽ 28 ദിവസം ദൈവരാജ്യത്തെ പറ്റി ഒരു ക്ലാസ് എടുക്കുവാൻ ഈ പാവപ്പെട്ടവൻ്റെ ദൈവം ഒരു അവസരം തന്നു. അതിന് വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും പഠിക്കുകയും ചെയ്തപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായി. ദ കിങ്ഡം ഈസ് മച്ച് ബിഗ് ഓർ ബിഗർ ദാൻ വി തിങ്ക്. ദൈവരാജ്യം വളരെ വലുതാണ് പ്രിയപ്പെട്ടവരെ. പക്ഷെ നമ്മുടെ പ്രശ്നം ദൈവരാജ്യത്തിൻ്റെ വലിപ്പം നമ്മൾ അറിയുന്നില്ല. നമ്മൾ പലപ്പോഴും കൊച്ചു കൊച്ചു തുരുത്തുകളിൽ, നാടൻ ഭാഷയെ പറഞ്ഞാൽ കിണറ്റിക്കിടക്കുന്ന തവള പോലായിപ്പോയി. നമ്മുടെ ഡിനോമിനേഷൻ, നമ്മുടെ സഭ, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ മിഷൻ അല്ല, അതൊക്കെ ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു വലിയ കാര്യമാണ് ദൈവരാജ്യം. അതുകൊണ്ടാണ് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ നിന്റെ രാജ്യം വരണമേ. യേശു പ്രസംഗിച്ച് തുടങ്ങിയത് രാജ്യത്തിൻ്റെ സുവിശേഷം. അപ്പോസ്തലന്മാരുടെ പ്രസംഗം എടുത്തു നോക്കിയാലും രാജ്യത്തിൻ്റെ സുവിശേഷം. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടവരാണ് ഞാനും നിങ്ങളും. അടുത്തത്, യേശു എനിക്ക് തന്ന ശുശ്രൂഷ. നിങ്ങൾ ഓരോരുത്തർക്കും കർത്താവ് തന്ന ചില ശുശ്രൂഷകളുണ്ട്. ആ ശുശ്രൂഷ നിങ്ങൾ തികച്ചേ പറ്റൂ. നിങ്ങൾക്ക് പകരം വേറൊരാൾക്കത് തികയ്ക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് പകരം നിങ്ങളുടെ പാസ്റ്റർക്കും തികയ്ക്കാൻ കഴിയില്ല. നിങ്ങളെ വിളിച്ചൊരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷയ്ക്കായി നിങ്ങളുടെ പാസ്റ്റർമാർ നിങ്ങളെ സജ്ജമാക്കി അയക്കും. എത്ര പേര് അത് വിശ്വസിക്കുന്നു? ഈ വരുന്ന ആളുകളിൽ പാസ്റ്ററെ ഞാൻ പറയുക, ദൈവസഭ പുറപ്പെട്ടു പോകും. അവർ പുറപ്പെട്ട് സാക്ഷികളായി പോയി അനേകരെ കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെയുള്ള കാലങ്ങളിലേക്ക് ആ ദൈവസഭ മാറ്റപ്പെടാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വന്നാൽ അതിൻ്റെ 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 10 വേഴ്സ് 37 to 39. മത്തായി 10. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. അല്ലല്ലോ, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം, ആദ്യം അപ്പൻ അമ്മ, 2 മകൻ മകൾ. അടുത്തത് 38-ാം വാക്യം. തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും, ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു തടിക്കഷ്ണം ക്രൂശായിട്ട് 2 കഷ്ണം എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ക്രൂശ് എടുത്ത് ഒത്തിരി പേര് പോകുന്നുണ്ട്. നമ്മൾ അവരെ കുറ്റം പറയണ്ട. പക്ഷെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവനവനൊരു കുരിശ് തന്നിട്ടുണ്ട്. ആ കുരിശ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യണം? കർത്താവിനെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 26 മുതൽ 29 വരെ വാക്യം ഇതേ കാര്യം ഇവിടെ ഉണ്ട്. അപ്പം അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. മത്തായി സുവിശേഷത്തിൽ യേശു പറയുന്നത് അപ്പൻ അമ്മ മക്കൾ അവരെ ദൈവത്തെക്കാട്ടിലും നമ്മൾ പ്രിയപ്പെടരുത്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് നമ്മുടെ മക്കൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും. ഇന്ന് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് കൈകൂപ്പിക്കൊണ്ട് പറയാം, മക്കളെ ദൈവം തന്നതിനായിട്ട് സ്തോത്രം. പക്ഷേ അവരെ ഒരിക്കലും ദൈവത്തെക്കാട്ടിലും സ്നേഹിക്കരുത്. ദൈവത്തെക്കാട്ടിലും സ്നേഹിക്കരുത്. ഞാൻ വീണ്ടും വീണ്ടും പറയാം, നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും ദൈവത്തെക്കാട്ടിലും സ്നേഹിക്കരുത്. ലൂക്കോസ് 14:26 മുതൽ എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. വീണ്ടും ശിഷ്യനായിരിക്കുവാൻ ആർക്ക് കഴിയും? എല്ലാ ഞായറാഴ്ചയും കൃത്യമായിട്ട് ആരാധനയ്ക്ക് വരുന്നവന് ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഞാൻ സഭയിലെ എല്ലാ കാര്യത്തിനും ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് വ്യക്തിപരമാണ്. യു ഹാവ് ടു. പകയ്ക്കുക എന്നൊരു പദം മലയാളത്തിൽ കിടക്കുന്നത് അത് ഇച്ചിരി ഒരു കൺഫ്യൂസിങ് ആണ്. ആ അർത്ഥമല്ല. യു ഹാവ് ടു ലവ് ലെസ് എന്നേ ഉള്ളൂ. അതായത് ദൈവത്തെക്കാട്ടിലും ആരെയൊക്കെയാണ്? അപ്പൻ അമ്മ സഹോദരൻ സഹോദരി. ഇപ്പം വായിച്ചപ്പം ഭാര്യയും അതിനകത്ത് വന്നു. പിന്നെന്താണ്? സഹോദരന്മാരും വന്നു. അടുത്തത് സ്വന്തം ജീവൻ. സ്വന്തം ജീവനെ സ്നേഹിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ പ്രിയപ്പെട്ടവരെ? അല്ലേ?
നമ്മൾ മനുഷ്യർ സ്വസ്നേഹികളായി തീരുമെന്ന് അന്ത്യകാലത്തിൻ്റെ ഒരു ലക്ഷണം പൗലോസ് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മളെല്ലാവരും സ്വസ്നേഹികളാണ്. ഇംഗ്ലീഷിൽ ലവേഴ്സ് ഓഫ് ദെംസെൽസ് എന്നാണ്. നമുക്ക് ആരോടെ സ്നേഹമുള്ളൂ? നമ്മോടെ സ്നേഹമുള്ളൂ. ഒരു കവിതയുണ്ട്, അതിനകത്ത്